ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ജസ്റ്റ് നോക്കുക. സർക്കിൾ ഉണ്ട് അല്ലെ, വൃത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. വൃത്തത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, πr² ആണ് അല്ലെ. അപ്പൊ ആദ്യം ഇതിന് റേഡിയസ് അഥവാ ആരം കണ്ടുപിടിക്കണം. ആരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്രോസിന് ഒരു ലൈൻ ഇട്ടു. ഞാൻ ഇതിന്റെ സൈഡിനെ, നമുക്കിവിടെ സൈഡ് ഒന്നും തന്നിട്ടുണ്ടാവില്ല, ഒന്നും തന്നിട്ടില്ല. തന്നാൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യായിരുന്നു. ഇവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ സൈഡിന് വെറുതെ ഒരു എ എന്ന് കൊടുത്തു. സമചതുരല്ലേ, അപ്പൊ ഇവിടെ എ ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇതും എ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സമചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികർണം എന്തായിരിക്കും? ഇത് എയും ഇത് എയും ആണെങ്കിൽ ഇതെന്തായിരിക്കും? √2a ആയിരിക്കും. അതായത് ഇത് 3 ആണെങ്കിൽ ഇത് 3√2 ആയിരിക്കും. ഇത് ആയതുകൊണ്ട് ഡയഗണൽ എന്താ? √2a ആയിരിക്കും. ഈ വികർണല്ലേ ഇവിടുത്തെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അപ്പൊ നമുക്ക് കിട്ടേണ്ടി ആരാണ്? ആരം എന്ന് പറഞ്ഞ വ്യാസത്തിന്റെ പകുതിയല്ലേ അല്ലേ? √2a പകുതിയല്ലേ? √2a പകുതി പറഞ്ഞാൽ /2 ആണ്. അപ്പൊ ആരം കിട്ടി.